വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് IUI ഒക്കെ ചെയ്തിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല, നിങ്ങളൊരു ബ്രേക്ക് എടുത്ത് നോക്ക്, ബ്രേക്ക് എടുത്തിട്ട് എഗെയിൻ നമുക്കൊരു 3 മാസത്തിന് ശേഷം ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് 3 മന്ത്സിനകത്ത് തന്നെ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഡോക്ടർ ആണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയി, കാരണം റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടർക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സക്സസ് സ്റ്റോറിയിൽ ഉള്ള കുട്ടിക്ക് ആരോഗ്യവും ആയുസ്സുമുള്ള ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ഓരോ ടിപ്സും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം നിങ്ങൾ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം ഈ കുട്ടി ഫോളോ ചെയ്തത് നമ്മുടെ ഒരു ഡ്രിങ്ക് ആണ്. നമ്മുടെ ചാനലിൽ വാട്ടർമെലണും ബീറ്റ്റൂട്ടും ജിഞ്ചറും ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. ഇതിനു മുമ്പ് ഓൾറെഡി ഒരുപാട് പേര് ആ വീഡിയോ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു കുട്ടിയും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഡോക്ടേഴ്സ് വരെയും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ്, പ്രൂവൺ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അതാണ് ഏറ്റവും ആദ്യം ഫോളോ ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബീറ്റ്റൂട്ട്, വാട്ടർമെലൺ, ജിഞ്ചർ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നന്റ് ആകും. കാരണം ഇത് പറയുന്നത് വേറെ ആരുമല്ല, IVF ചെയ്യുന്ന ഡോക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെന്താണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫെർട്ടിലിറ്റി ആൻഡ് സ്റ്റെറിലിറ്റി എന്ന് പറയുന്ന ഒരു പേജ് റിപ്പോർട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തതിനനുസരിച്ചിട്ട് ICSI എന്ന് പറയുന്നൊരു ട്രീറ്റ്മെന്റിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. IVF പോലെ തന്നെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ICSI എന്ന് പറയുന്നത്. അതിൽ കൂടി കടന്നു പോകാൻ തയ്യാറാകുന്ന ഒരു 296 സ്ത്രീകളെ റാൻഡംലി സെലക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റഡി അവർ നടത്തിയത് കേട്ടോ. ഇതിൽ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു കാറ്റഗറിയിൽ പെടുന്നവർക്കൊക്കെ സെലക്ട് ചെയ്തെടുത്തിട്ട് ഒരു വിഭാഗത്തിനെ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഗ്രൂപ്പും അടുത്ത വിഭാഗത്തിന് ഈ എക്സ്പെരിമെന്റ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പും ആയിട്ടായിരുന്നു സെലക്ട് ചെയ്തത്. ഇവരെല്ലാവരും തന്നെ ഇവരുടെയൊക്കെ വെയിറ്റ്, അതുപോലെ ഇവരിലുള്ള നമ്പർ ഓഫ് ഫോളിക്കിൾസ്, അതുപോലെ ഇത് എഗ് റിട്രൈവ് ചെയ്തതിന്റെ നമ്പർ, ഫെർട്ടിലൈസേഷൻ സക്സസ് ആവുന്ന റേറ്റ്, അതുപോലെ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ നമ്പർ, ഇതൊക്കെ സെയിം ആയിരുന്നു. അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള 296 സ്ത്രീകളെയാണ് ഇവർ സെലക്ട് ചെയ്തത് കേട്ടോ. അതിൽ ഒരു വിഭാഗത്തിലുള്ള ആളുകൾക്ക് എംബ്രിയോ ട്രാൻസ്ഫറിന്റെ ഫസ്റ്റ് ഡേ മുതൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് വരെ ഈ ഒരു ടിപ്പ് അവർ ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞു. അതിനെ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്തവർ മറ്റേ കാറ്റഗറി ഒന്നും ട്രീറ്റ്മെന്റ് മാത്രം എടുത്തിട്ട് ടിപ്പ് ഫോളോ ചെയ്യാത്തവർ കേട്ടോ. അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തവർക്ക് ഇംപ്ലാന്റേഷൻ റേറ്റ് ജ്യൂസ് ഉപയോഗിച്ചവർക്ക് 24.2%, ഉപയോഗിക്കാതെ പ്രഗ്നന്റ് ആയവരിൽ 17.8% ആയിരുന്നു. ഇതിൽ തന്നെ ട്രീറ്റ്മെന്റ് നടത്തി ഇംപ്ലാന്റേഷൻ നടന്നവർക്ക് എല്ലാവർക്കും തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകണമെന്നില്ലല്ലോ. ആ 24.2 ഇംപ്ലാന്റേഷൻ നടന്നത് അതിൽ 41% ആളുകൾക്കും മറ്റേതിൽ ഇംപ്ലാന്റേഷൻ നടന്നത് 21.6% ആളുകൾക്കുമായിരുന്നു കേട്ടോ. വേറൊരു സ്റ്റഡി നടത്തിയതിനകത്ത് ഈ ഒരു ജ്യൂസ് ഉപയോഗിച്ചിട്ട് ഇംപ്ലാന്റേഷൻ നടന്നവർക്ക് ആർക്കും തന്നെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവുന്ന ഒരു ചാൻസ് ഇല്ല, മിസ്കാരേജ് ഉണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഏറ്റവും ആദ്യം നമ്മൾ എടുക്കേണ്ടത് ബീറ്റ്റൂട്ട് ആണ് കേട്ടോ. ബീറ്റ്റൂട്ടിലെ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡ് വെസൽസ്, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പാൻഷൻ നടക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രഗ്നൻസി ആകുമ്പോൾ മാത്രമല്ല, പ്രഗ്നൻസി ആകുന്നതിന് മുൻപും ഇതിനനുസരിച്ചിട്ടൊരു എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ. ഈ ഓക്സിജൻ കൂടുതൽ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ സെൽസിലോട്ടും ടിഷ്യൂസിലോട്ടും മസിൽസിനും ഒക്കെ ഈ ഒരു ഓക്സിജനും അങ്ങോട്ട് എത്തുകയുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ബീറ്റ്റൂട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം ബീറ്റ്റൂട്ടിനകത്ത് ബാക്കിയുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അതായത് ഫൈബർ ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, വിറ്റമിൻ C ഉണ്ട്, മാംഗനീസ് ഉണ്ട്, അയേൺ ഉണ്ട്, വിറ്റമിൻ B9 ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് തന്നെ നടക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് വാട്ടർമെലൺ എന്ന് പറയുന്നത്, നമ്മുടെ തണ്ണിമത്തൻ. ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ വാട്ടർമെലൺ എന്ന് പറയുന്നത്. കൂടാതെ ആന്റി ഓക്സിഡൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ലിക്കോപ്പീൻ ഉണ്ട്, ബീറ്റോ കാരറ്റിൻ ഉണ്ട്, ലൂട്ടിൻ ഉണ്ട്, ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഫോളേറ്റ് ഉണ്ട്, ഫ്ലവനോയിഡ്സും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ
അമിനോ ആസിഡ് റിച്ച് ആയിട്ടുള്ള L-സിട്രുലിനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ L-ആർജിനിന്റെ ലെവൽ ഇൻക്രീസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ നൈട്രിക് ഓക്സൈഡിന്റെ ലെവലും കൂടി കൂടുന്നു. മൊത്തത്തിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോഴേക്കും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ ഇൻക്രീസ് ആകുന്നു. അപ്പോൾ അതും നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതാണ് നമ്മുടെ ജിഞ്ചർ. നമ്മുടെ പീരിയഡ്സിന്റെ ആദ്യത്തെ 5 ദിവസം നമ്മുടെ യൂട്രസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി മാത്രം ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഫോളോ ചെയ്തിട്ട് സക്സസ് റിസൾട്ട് കിട്ടിയ ടിപ്പാണ്. നമ്മൾ ആ ഇഞ്ചി ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒരു ഇഞ്ചി, ഒരു ചെറിയൊരു നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 2 ഫ്രൂട്ടിന്റെയും കൂടെ ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളും എടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും അതുപോലെ ഇതിൽ കണ്ടൻസ് നല്ലതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻസ് ആയതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടും കൂടിയാണ് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുന്നത് കേട്ടോ. ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള മറ്റുള്ള പോരായ്മകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശരീര അവയവങ്ങളൊക്കെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു വാർമിംഗ് എഫക്റ്റ് ആണ്, ഒരു വാമപ്പ് എഫക്റ്റ് ആണ് നമുക്ക് തരുന്നത്. നമ്മളൊന്ന് എനർജറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3ഉമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെ ഏത് റേഷ്യോയിലാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു പകുതി ബീട്രൂട്ട് നമ്മൾ എടുക്കുക. ഒരു അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു ബീട്രൂട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ പകുതിയായിട്ട് നിങ്ങൾ മുറിക്കുക. ആ ഒരു പകുതി പീസ് എടുത്തതിന് ശേഷം വാട്ടർമെലണും നമ്മൾ മേടിച്ച് വെക്കുന്നതിൻ്റെ അകത്തെ ഒരു മീഡിയം സൈസ് വാട്ടർമെലണിന്റെ ഒരു 1/4 ഭാഗവും നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. ഏകദേശം ഒരു ഇച്ചിരി നമുക്ക് കുടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി വേണം. അതിന് വേണ്ടിയിട്ട് വാട്ടർമെലൺ നിങ്ങൾ എടുക്കുക കേട്ടോ. ദെൻ ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കുക. അത് 3ഉം കൂടി ചേർത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുക. ജ്യൂസ് പോലെ ആക്കി എടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ചില ആളുകൾ ഇങ്ങനെ തരിയോടുകൂടിയാണെങ്കിലും നമ്മളിപ്പോൾ സ്മൂത്തിയൊക്കെ കഴിക്കുന്നത് പോലെയൊക്കെ നമ്മൾ കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആയി കിട്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഷുഗർ ഒന്നും അതിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വാട്ടർമെലണിന് ഓൾറെഡി ഒരു മധുരം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഷുഗർ ഒന്നും അതിലോട്ട് ഇടത് അൺഹെൽത്തി ആക്കി വെക്കേണ്ട. കുറച്ച് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നിങ്ങൾ എടുക്കുക. ഈ ഇഞ്ചിയും ബീട്രൂട്ടും നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വാട്ടർമെലൺ നമ്മൾ ഇടുമ്പോൾ തന്നെ അങ്ങോട്ട് ക്രഷ് ആയി കിട്ടും. പക്ഷേ ഈ ബീട്രൂട്ട് അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോൾ ഇടുമ്പോൾ അത് അരയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇഞ്ചിക്കും ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ട് ബീട്രൂട്ടും അതുപോലെ ഇഞ്ചിയും നല്ലതുപോലെ കുഞ്ഞുതായിട്ട് അരിഞ്ഞു വെക്കുക. എന്നിട്ട് ഇത് 3ഉം കൂടിയിട്ട് ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് ജ്യൂസി ആക്കി നിങ്ങൾ എടുക്കേണ്ട, അതിന്റെ സത്ത് മൊത്തം വറ്റിച്ചിട്ട് നിങ്ങൾ എടുക്കേണ്ട. കുറച്ചൊന്ന് മീഡിയം സൈസിൽ നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിൽ നിങ്ങൾ ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഹണി നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. മധുരം ഇല്ലാതെ കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും എഫക്റ്റീവ് കേട്ടോ. ഈ ഒരു ടെസ്റ്റ് ചെയ്തതിനകത്ത് അവരുടെ ആ ഒരു IVFന്റെ ആ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ടെസ്റ്റ് ചെയ്യുന്ന സമയം വരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഞാൻ നേരത്തെ ഈ പറഞ്ഞ ബെനിഫിറ്റുകളെല്ലാം തന്നെ, അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. പലർക്കും പ്രഗ്നൻസി നീണ്ടു പോകുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത്, പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഓവുലേഷൻ വരെ എടുക്കുക. ചില ആളുകൾക്ക് ഓവുലേഷന് ശേഷം ബീട്രൂട്ട് കഴിക്കാനായിട്ട് പേടിയാണ്, കാരണം പീരിയഡ്സ് വരുമോ എന്നുള്ള പേടി പലർക്കും ഉണ്ട്. ഒരു മിഥ്യാധാരണയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം എടുത്ത് ഓവുലേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എടുത്തു, ദെൻ 2 ദിവസം കഴിഞ്ഞിട്ടോ ഒരു ദിവസത്തിന് ശേഷമോ എഗെയിൻ നിങ്ങൾ ഈ ഡ്രിങ്ക് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം നിങ്ങൾ രണ്ടാമതായിട്ട് അവർ ചെയ്തത് മൾട്ടി വിറ്റമിൻ്റെ മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, എത്ര മാസമായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ആ സമയങ്ങളിൽ മൾട്ടി വിറ്റമിൻ്റെ മെഡിസിനുകളും അതുപോലെ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റും നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. കഴിഞ്ഞ ദിവസം ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി ആകാനും ആ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് ഇന്ന് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എടുത്തു തുടങ്ങണം കേട്ടോ. അല്ലെങ്കിൽ പ്രഗ്നൻസി ആയി കഴിഞ്ഞാലും അത് നഷ്ടമായി പോകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് മൾട്ടി വിറ്റമിനുകളെ പറ്റിയിട്ടാണ്. മൾട്ടി വിറ്റമിന്റെ മെഡിസിൻ നമ്മൾ എടുക്കുമ്പോഴേക്കും അതിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും. സിങ്കിന്റെ കണ്ടന്റ് ഉണ്ടാവും, അയൺ ഉണ്ടാവും, കാൽസ്യം ഉണ്ടാവും, മറ്റുള്ള ഒരുപാട് വൈറ്റൽ ന്യൂട്രിയൻസ് അതിന് അടങ്ങിയിട്ടുണ്ടാകും. ഇതെല്ലാം നിങ്ങളുടെ ക്വാളിറ്റിയുള്ള ശരീരത്തിൽ
ക്വാളിറ്റി ഉള്ള ഒരു അണ്ടം നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഓൾറെഡി ഒരു ഓവുലേഷൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുമ്പോഴേക്കും ക്വാളിറ്റിയോടുകൂടി ഒരുപാട് അണ്ടം പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അത് അറ്റ് എ ടൈം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അണ്ടം റിലീസ് ആകാനായിട്ടുള്ള ഒരു ചാൻസസും ഇൻക്രീസ് ചെയ്യും. ഒന്നിൽ കൂടുതൽ അണ്ടം ആ ഒരു മാസത്തിൽ ചിലപ്പോൾ ആ ഒരു ദിവസമായിരിക്കില്ല നിങ്ങൾക്ക് റിലീസ് ആവുന്നത്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത അണ്ടവും റിലീസ് ആകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ പ്രഗ്നൻസി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റും മൾട്ടിവിറ്റമിൻ സപ്ലിമെന്റും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എടുക്കുക കേട്ടോ. ഇത് ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഒരു ഫിസിഷ്യനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഓൾറെഡി ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ച് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഹെൽത്ത് സെന്റർ മറ്റുള്ള എന്താ പറയാ നമ്മുടെ അടുത്തുണ്ടാവുന്ന നേഴ്സുമാരുണ്ടാവല്ലോ അവരെയൊക്കെ സമീപിച്ചതിന് ശേഷം, ആശാ വർക്കർ ഉണ്ടാകും, അവരെയൊക്കെ സമീപിച്ചതിന് ശേഷം ഈ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രിനേറ്റൽ വിറ്റമിൻസ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻസ് കിട്ടും കേട്ടോ. ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. മൂന്നാമതായിട്ട് ഫോളോ ചെയ്ത ടിപ്പ് ദിവസവും ഗ്രീൻ ടീ കുടിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻസിൻ്റെയൊക്കെ അംശങ്ങൾ നിങ്ങളിലെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും എഗ്ഗ് റപ്ചർ ആകുന്നതിന് സഹായിക്കുകയും ഏർലി സ്റ്റേജിൽ നമുക്കുണ്ടാകുന്ന മിസ്കാരേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ 2 നേരം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 നേരവും നമ്മൾ ഫെർട്ടിലിറ്റി ട്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. ഒരു ദിവസം 1 കപ്പ് എന്നുള്ളൊരു രീതിക്കാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അടുത്തതായിട്ട് ഫോളോ ചെയ്തതായി പറഞ്ഞത് എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചുറ്റുവട്ടത്തു നിന്ന് നമുക്ക് കിട്ടുന്ന എന്ത് തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അത് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഹെൽത്തി ഫുഡ്സ് നമ്മൾ കഴിച്ചിട്ടില്ല എങ്കിൽ പ്രഗ്നന്റ് ആകാനായിട്ട് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കും. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഈ കുട്ടി അവോയ്ഡ് ചെയ്തത് ഏറ്റവും കൂടുതൽ ബേക്കറി ഫുഡും അതുപോലെ തന്നെ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും ആണ് കേട്ടോ. ഈ ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ബേക്കറി ഫുഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ബേക്കറിയിൽ നിന്ന് നമ്മൾ മേടിച്ച് കഴിക്കുന്ന ഇപ്പോൾ സ്വീറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ബേക്കറി മറ്റുള്ള ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും അതുപോലെ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ കപ്പ വറുത്തത്, കായ വറുത്തത്, ചിപ്സ്, കായ വറുത്തത്, അതുപോലെ നമ്മുടെ ചക്ക വറുത്തത്, ഇതെല്ലാം നമുക്ക് ആ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസിൽ പെടും. അതുപോലെ തന്നെ പെടുന്നതാണ് നമ്മുടെ വട. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വല്ലപ്പോഴും എടുക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷേ റെഗുലർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം ഫുഡ് ഐറ്റംസിൽ വെജും നോണും ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അത് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തുക. പുറത്തുനിന്ന് കഴിക്കുന്ന ബാക്കിയുള്ള എല്ലാ ഫുഡും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് കഴിച്ച് ഇക്കാര്യം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അണ്ടം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ വളരും കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പേമിന് നല്ല ക്വാളിറ്റി ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ഇംപ്ലാന്റേഷൻ ഉണ്ടാവാനും ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയ്ക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതായത് ഗ്രോത്ത് പുറകോട്ടേക്ക് പോവുകയോ വിസിബിൾ ആവാനായിട്ട് ടൈം എടുക്കുകയോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അത് നല്ല ക്വാളിറ്റിയോട് കൂടി വളർന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക. ഒരുപാട് ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പാണ് ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അവസാനമായി ഫോളോ ചെയ്ത 2 ടിപ്സ് എന്ന് പറയുന്നത് പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് നിന്നതിന് ശേഷം മുതൽക്കൊക്കെ 8 വാക്കിംഗ് ചെയ്യാനും ലെഗ് അപ്പ് ദ വാൾ എക്സസൈസ് ചെയ്യാനായിട്ടും തുടങ്ങി എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം 8 വാക്കിങ്ങും ലെഗ് അപ്പ് ദ വാൾ എക്സസൈസും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത് ലാസ്റ്റായിട്ട് ഫോളോ ചെയ്ത ടിപ്പാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതും. നമ്മുടെ ശരീരത്തിലെ ഒരുമിക്കപ്പെട്ട എല്ലാ ഫെർട്ടിലിറ്റി ഇഷ്യൂസും ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ധാരാളം വെള്ളം കുടിക്കുന്നത്. അത് നിങ്ങളും ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ കുട്ടി ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയത്. നിങ്ങൾക്കും പോസിറ്റീവ് കിട്ടും. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.